ഹലോ, വെൽക്കം ബാക്ക്. കുറച്ച് ദിവസമായില്ലേ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇത് ഞാൻ 20ാമത്തെ നോമ്പിൻ്റെ അന്നത്തെ വിശേഷം കേട്ടോ കാണിക്കുന്നത്. സാധാരണ ഞാൻ പിറ്റേന്ന് തന്നെ മാക്സിമം ഇടാൻ വേണ്ടി ശ്രമിക്കലുണ്ട്, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ തന്നെ കാണാം. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഒക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കും കൂടി ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക കമൻറ്റ് ബോക്സിലൂടെ. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. നോട്ടിഫിക്കേഷനും ബെല്ലൈക്കനും ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു മടിയായിരുന്നു കേട്ടോ. കിച്ചണിലേക്ക് വന്നപ്പോൾ തന്നെ ഒന്നും ഉണ്ടാക്കാനൊന്നും തോന്നാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് ആരോ പിന്നോട്ട് ഇങ്ങനെ വലിക്കുന്ന മാതിരി. ചില ദിവസം അങ്ങനെയാണല്ലോ, എന്നും നമുക്ക് ഇങ്ങനെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാനോ അല്ലെങ്കിൽ എന്നും ഒരു ഉഷാറോട് കൂടി പണി ചെയ്യാനോ ഒന്നും പറ്റില്ല. എല്ലാവർക്കും ഉണ്ടാവും അതുപോലെ ഇങ്ങനെ ബാക്കിലേക്ക് നിൽക്കുന്ന അവസ്ഥ ഒക്കെ അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു പിന്നെ ഒന്നും കുക്ക് ചെയ്യണ്ട, എന്തെങ്കിലും സിമ്പിളായിട്ട് തട്ടിക്കൂട്ടാന്നൊക്കെ അങ്ങനെ വിചാരിച്ചു. പിന്നെ ഇത് എന്തായാലും ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഉണ്ടാക്കാണ്ടിരുന്നാലും അതിങ്ങനെ ചീത്തായി പോവുമല്ലോ. പിന്നെ എന്ത് വരട്ടേന്ന് കരുതി അങ്ങോട്ട് കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ചെടിയിലെ വെള്ളം മാറ്റലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അപ്പം പൊതുവേ എനിക്ക് നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് മടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് ഒരു ഇഷ്ടമുള്ള രീതിയിലുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ പെട്ടെന്ന് ആ ഒരു മൂഡ് തന്നെ ഒരു മാറിക്കിട്ടുന്ന പോലെ തോന്നലുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു ചെടീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ ഒന്നിങ്ങനെ സെറ്റാക്കിയൊക്കെ വെച്ചപ്പം പെട്ടെന്ന് ആ ഒരു മൂഡൊക്കെ മാറി ഒരു എനർജിയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുക്കിങ്ങും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നല്ല ഫാസ്റ്റായിട്ട് തന്നെ നടന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മൂഡ് സ്വിങ്സോ അല്ലെങ്കിൽ ബാക്കോട്ട് വലിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കിയിട്ടോ എല്ലാവരും. പക്ഷെ വെറുതെ നമ്മൾ ഫോണിൽ നോക്കി വീഡിയോസൊക്കെ കണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മടി കൂടുകയുള്ളൂ. എനിക്കിങ്ങനെയുള്ള സമയത്ത് എന്തെങ്കിലും വായിക്കാനോ അല്ലെങ്കിൽ ക്രോഷ്യ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ക്രോഷ്യയൊക്കെ ഇപ്പോൾ എടുത്തിട്ട് വർഷങ്ങളായി, ഒക്കെ പൊടി തട്ടിയെടുക്കണം ഇൻഷാ അല്ലാഹ് ഒഴിവ് പോലെ അങ്ങനെ. അപ്പം ഞാനിപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ഈ വെറുതെ ഇങ്ങനെ വന്നതാണ്. അപ്പോഴാണ് ഈ ചെടിയിലൊക്കെ വെള്ളം കുറവുള്ള പോലെ തോന്നിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് തന്നെ ഞാൻ ഉഷാറായിട്ടോ. പിന്നെ അന്നത്തെ നമ്മൾ ഉഷാറുകുറവിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു നോമ്പും നോറ്റ് വെയിലത്ത് പുറത്ത് പോയി വന്നാൽ തന്നെ ഭയങ്കര ഒരു ദേഷ്യം പോലെയാണല്ലോ അല്ലേ. അപ്പോൾ അന്ന് ഞാൻ കേശിൻ്റെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അവരെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ടീച്ചേഴ്സിനൊക്കെ സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് കരുതി ഞങ്ങൾ പാരൻസിൻ്റെ ഗ്രൂപ്പിൽ അങ്ങനെ എല്ലാവരും കൂടി കമ്പനിയായിട്ട് അങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ അതിനിടയ്ക്ക് വരാൻ പറ്റുന്നവർക്കൊക്കെ വരാമെന്നുള്ള രീതിയിൽ അങ്ങനെ ആദ്യം ഞാൻ ചെല്ലുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പിന്നെ കേശ ഭയങ്കര ഫീലിങ്സിൻ്റെ ആളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പാരൻസും വന്നു, നിങ്ങൾ വന്നില്ല എന്നൊക്കെ അങ്ങനെ പറയും. പിന്നെ ഞാനും പിന്നെ ജസ്റ്റ് ഒന്ന് പോയി കൊടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ പള്ളിയിൽ പോകാനുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോകുന്നു, ഫ്രൈഡേ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ തിരിച്ച് പോകുകയും ചെയ്തിട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് കുഞ്ഞിപ്പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയുള്ള ബീഫ് കഴുകാനിടാനാണ്. അപ്പോൾ ഞാൻ ചിക്കനാണെന്നുണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ബോക്സിലാക്കി വെക്കുക. ബീഫ് കഴുകാണ്ട് മുറിച്ചിട്ട് അങ്ങനെയാണ് വെക്കൽ കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ, ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കട്ടെ.
ചിക്കൻ വാങ്ങിക്കുമ്പോൾ എല്ലില്ലാത്ത പീസാണ് എടുത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ ബീഫ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ എല്ലും കുറച്ച് പീസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ മാറ്റി വെക്കട്ടോ. അതുപോലെ എന്തെങ്കിലും ഇറച്ചി പൂള പിടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ കുഞ്ഞിപ്പത്തിരി അല്ലെങ്കിൽ ആണപ്പത്തിരി അല്ലെങ്കിൽ കക്കറൊട്ടി എന്നൊക്കെ ഓരോ ഭാഗത്ത് ഓരോന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ നോമ്പിൻ്റെ സമയത്തോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കട്ടോ. അതുകൊണ്ട് ഇന്ന് ഞാനിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് റെസിപ്പി ഒന്നും പറയുന്നില്ല, എന്നാലും പെട്ടെന്ന് ജസ്റ്റ് വീഡിയോ ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കപ്പ് ഞാൻ നമ്മൾ ചോറ് വെക്കുന്ന അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് വെക്കുന്ന അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അടച്ച് മാറ്റി വെക്കുക. 1-2 മണിക്കൂർ മാറ്റി വെക്കുക കേട്ടോ. ഇനി ഇതാ കുഞ്ഞിപ്പത്തിരിയിലേക്ക് വേണ്ടിയിട്ടുള്ള ബീഫിന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. ഈ ഒരു ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ സിമ്പിളായിട്ട് വാട്ടിയിട്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. വെറുതെ ഒരുപാട് ഐറ്റംസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഭയങ്കര ടേസ്റ്റിൽ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ പറഞ്ഞതാ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം 25ാമത്തെ നോമ്പാണ്. ഇനി 5-4 നോമ്പ് കൂടി നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലേ. എത്ര പെട്ടെന്ന് ആ നോമ്പൊക്കെ വന്നു പോയത്. അങ്ങനെ ഈ ഒരു ബീഫിൻ്റെ കറി റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ഫ്രൂട്ട്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഉള്ളിയൊക്കെ വാടുന്ന സമയം കൊണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീരുള്ളൂ. ഇനി നമുക്ക് ജ്യൂസ് അടിക്കണം. അപ്പോൾ ഇന്ന് ജ്യൂസ് അടിക്കാൻ സ്പെഷ്യലാണ് കേട്ടോ. ക്യാരറ്റ് ജ്യൂസാണ് അടിക്കുന്നത്. അപ്പോൾ പൊതുവേ എല്ലാവരും ക്യാരറ്റ് പുഴുങ്ങിയിട്ടാണ് ജ്യൂസ് അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് പുഴുങ്ങി ജ്യൂസ് അടിക്കുന്നതിനേക്കാളും ഇതുപോലെ പച്ചക്ക് ജ്യൂസ് അടിക്കുന്ന കേട്ടോ ഇഷ്ടം. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ക്യാരറ്റ് ജ്യൂസിന്. ക്യാരറ്റ് പുഡിങ്ങൊക്കെ കഴിച്ചവർക്ക് മനസ്സിലാവും ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ അതേ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാട്ടോ ക്യാരറ്റ് ജ്യൂസ് അടിച്ചാലുണ്ടാവുക. പുഴുങ്ങി അടിക്കുമ്പോൾ വേറെ ഒരു ടേസ്റ്റാണ്. പക്ഷെ അതിനേക്കാളും നല്ലത് ഇതുപോലെ പച്ചക്ക് ജ്യൂസ് അടിക്കുന്നത് തന്നെയാണ് കേട്ടോ. സാധാരണ ഞാൻ എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അടിക്കൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചിട്ടുണ്ട്. കാരണം ക്യാരറ്റ് കുറച്ച് കട്ടിയുള്ളൊരു വെജിറ്റബിൾ ആണല്ലോ. അപ്പോൾ അടിഞ്ഞ് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. വെള്ളം കൂടുതലാകുമ്പം അടിയാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും കേട്ടോ. അങ്ങനെ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അരിച്ച് ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പുഴുങ്ങി അടിക്കുമ്പോൾ നമുക്ക് അരിക്കേണ്ട ആവശ്യമില്ല, ഇത് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരിക്കാതെ കുടിക്കാൻ പറ്റുന്നുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇത് നല്ലൊരു കളറും കൂടിയാണ് കാണാൻ. നമുക്ക് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസ് തന്നെ കേട്ടോ. കാണാനും ഒക്കെ നല്ലൊരു കളറാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ ഇതിനെ താഴെ ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിവിടെയൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന മുട്ട ബജിയാണ് കേട്ടോ. മുട്ട ബജി എന്നും പറയും, മുട്ട ചമ്മന്തി എന്നും പറയും. കാരണം മുട്ട ബജി എന്ന് പറയുമ്പം നോർമലി മുട്ട മാത്രം പുഴുങ്ങിയിട്ട് അങ്ങനെ ബജി ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ ഞങ്ങളങ്ങനെ ഉണ്ടാക്കില്ല കേട്ടോ. നമ്മൾ മുട്ടൻ്റെ കൂടെ കുറച്ച് ചമ്മന്തിയും കൂടി വെച്ചിട്ട് അങ്ങനെയാണ് ബജി ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാൻ വേണ്ടി ഞാനിതാ കുക്കറിൽ ഇട്ടിട്ടുണ്ടാവും. ഇതുപോലുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുക്കറിലാണ് മുട്ട പുഴുങ്ങുക. ജസ്റ്റ് ഒരു വിസിലടിച്ചെടുത്താൽ കറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് പുഴുങ്ങിയ മുട്ട കിട്ടും കേട്ടോ. അല്ലാതെ ചില സമയത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ ഗ്യാസിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുമ്പം ചിലപ്പം വേവ് കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുക്കറിൽ ജസ്റ്റ് ഒരു വിസിലടുപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കുഞ്ഞിപ്പത്തിരിയിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ കൂടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. നല്ലോണം ബ്രൗൺ ആക്കി വറുത്തെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറ്റിയാൽ മതി കേട്ടോ. തേങ്ങ മുഴുവനും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ തേങ്ങയിലേക്ക് ഞാൻ കറിവേപ്പില, വലിയ ജീരകം, ചുവന്നുള്ളി, വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അരിയും സെറ്റായിട്ടുണ്ട്. അപ്പോൾ അരിയിലേക്ക് ഞാനിതാ അരമുറി സവാള, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വലിയ ജീരകം കൂടി ചേർത്തിട്ട് അതും ഒന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പോകണം കേട്ടോ. നല്ല ഫൈനായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേസ്റ്റായിട്ട് അങ്ങനെ വേണ്ട. ഇഡ്ഡലി മാവിൻ്റെ പോലെ കുറച്ച് ചെറുതായിട്ട് തരിതരിപ്പ് വേണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു ടെക്സ്ചർ റെഡി ആവുള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ തേങ്ങ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അത് ചൂടാറാൻ മാറ്റി വെക്കാം കേട്ടോ.
അപ്പോൾ ഇത് കണ്ടില്ല, ഇതിപ്പോൾ കുറച്ചൊരു ലൂസ് പോലത്തെ ഒരു ടൈപ്പിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ അതിലേക്ക് പത്തിരിപ്പൊടി ഇട്ടിട്ടാണ് ഇത് കുഴച്ച് ടൈറ്റാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പം ചേർക്കുന്നത് പച്ചവെള്ളത്തിൽ കുഴയ്ക്കുന്ന ആ ഒരു പത്തിരിപ്പൊടിയാണ്. പക്ഷേ അതിന് പകരം നിങ്ങൾക്ക് സാധാരണ നമ്മൾ നൈസ് പത്തിരി ഉണ്ടാക്കുന്ന പച്ചരിപ്പൊടി ചേർത്തിട്ടും ഇത് കുഴച്ചെടുക്കുക കേട്ടോ. പക്ഷേ കറക്റ്റായിട്ട് ടേസ്റ്റ് കിട്ടണമെങ്കിൽ പച്ചവെള്ളത്തിൽ കുഴയ്ക്കുന്ന ഒരു പൊടി ചേർക്കണം. പത്തിരിപ്പൊടി ചേർത്താലും മോശമൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ പച്ചരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. രണ്ട് രീതിയിലും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പൊടിയാണുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്തിട്ട് കുഴച്ച് അതൊന്ന് ടൈറ്റാക്കി നമുക്ക് ബോൾസ് ആക്കി എടുക്കണമല്ലോ, ആ ഒരു പരുവത്തിലാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതാ ഞാനിതെല്ലാം കൂടി ഓരോരോ ബോൾസാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ അത് ആദ്യം ഇങ്ങനെ വിചാരിക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ അങ്ങനെയല്ല. നമുക്ക് സാധാരണ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഉരുട്ടി പരത്തിയൊക്കെ എടുക്കേണ്ട അത്രയും റിസ്ക് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അത് ആവിക്ക് വെക്കാനുള്ള ആ ഒരു പാത്രത്തിലും കയ്യിലൊക്കെ ഞാൻ ചെറുതായിട്ട് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഞാൻ ഓരോന്ന് ബോൾസാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ എല്ലാവർക്കും കൂടി ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് ഓരോന്നും ബോൾസാക്കി എടുക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നൂല. അല്ലെങ്കിലും അങ്ങനെ ശീലമായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നൂല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി ബോളാക്കിയതിന് ശേഷം ഒന്ന് പരത്തിയിട്ട് നടുവിൽ ഒരു ചെറിയ കുഴി പോലെ നമ്മൾ ആ ഒരു തള്ളവിരൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കുഴിയിലൊക്കെ കൂടുതൽ ആ ഒരു ഗ്രേവി നിന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ കുഞ്ഞിപ്പത്തിരി കഴിക്കാത്തവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസ് വെച്ചിട്ട് എന്തായാലും സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. അങ്ങനെ ഇതാ ഈ ഒരു കുഞ്ഞിപ്പത്തിരിയൊക്കെ ഞാൻ ആവിയിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മാക്സിമം അത്ര മതിയാവും കേട്ടോ, അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതാ കുറച്ച് സർബത്തും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പും ചൂടൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ സ്ഥിരം ഉണ്ടാവുന്ന ഐറ്റമാണ് സർബത്ത്. അപ്പോൾ അത് പല രീതിയിൽ മിൽക്ക് സർബത്തായിട്ടും ഒക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കലുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഓറഞ്ച് വെച്ചിട്ടാട്ടോ സർബത്ത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് നോക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ളൊരു ഐറ്റം തന്നെയാണ് ഇത്. ഞാൻ ബീച്ചിൽ നിന്നാണ് ആദ്യമായിട്ട് ഇങ്ങനെ സർബത്ത് കുടിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റ്, നമ്മൾ ലെമൺ വെച്ചിട്ട് കുടിക്കുന്നതിനേക്കാളും വേറൊരു ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്ത് നോക്കാം. ഇനി നമ്മൾ സ്നാക്സിൻ്റെ പരിപാടിയിലേക്ക് നീങ്ങാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇതാ ചമ്മന്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ കുറച്ച് പുളിയും ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊരു ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ പുഴുങ്ങി വെച്ച് നടുവേ കീറിയിട്ടുള്ള മുട്ടൻ്റെ മേലേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാൻ പോവാം കേട്ടോ. അപ്പം ആ ഒരു മുട്ടൻ്റെ ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ശക്തിൻ്റെ ബജി ബോണ്ട പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തമിഴ്നാട്ടിൽ മാത്രം കിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇവിടെ നാട്ടിലെവിടെയെങ്കിലും നമ്മൾ കേരളത്തിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളിത് കോയമ്പത്തൂരിൽ നിന്ന് ആൻറ്റി വഴി വരുത്തുന്നതാണ്. അപ്പം ഇതിൽ പിന്നെ നമുക്ക് ബോണ്ട ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷേ ബജിക്ക് പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇനി ഈ ഒരു മാവ് ഇല്ലാത്തവർ സാധാരണ ബജി മാവ് യൂസ് ചെയ്യാം. ബജി മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലമാവും അതിലേക്ക് കുറച്ച് അരിപ്പൊടി, ഉപ്പ്, കായപ്പൊടി, മുളക് പൊടി, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് ബാറ്റർ കലക്കിയെടുക്കുക. ഇനി വേണമെങ്കിൽ അപ്പക്കാരം ചേർക്കാം കേട്ടോ, പക്ഷെ അത് ചേർക്കണം നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇനി അതിൽ ഓരോരോ മുട്ട ഈ ഒരു ചമ്മന്തിയിൽ ഇതാക്കിയിട്ട് അത് കെയർഫുള്ളി നമ്മൾ കുറച്ച് ശ്രദ്ധ ഇട്ടിട്ട് വേണം ഇത് മുക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ആ ചമ്മന്തി മുട്ടയും അങ്ങനെ വേറെ ആയി പോകും കേട്ടോ. എന്നിട്ട് നമ്മൾ ചമ്മന്തി വെച്ച ഭാഗം അടിയിലേക്ക് ആക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ വറുത്ത് കോരട്ടോ. മുട്ട ആയതുകൊണ്ട് പൊട്ടി തൂറ്റാൻ ചാൻസ് ഉണ്ട്. പോരാത്തതിന് നമുക്ക് അതിലൊന്നും വേവാനായിട്ടില്ല, ഈ ഒരു മാവ് മാത്രം വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ വറുത്തിട്ട് കോരുക. അപ്പോൾ കുഞ്ഞിപ്പത്തിരിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ചൂടാറുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വിട്ട് വരും. ഇനി അഥവാ വന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്താലും മതി കേട്ടോ.
അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിൻ്റെ ഒരു കറിയും അതുപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ മിക്സും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരണം. ഈ ഒരു സമയത്ത് ഇത് കുറച്ച് കറി പോലെ വെള്ളം പോലെ ലൂസായിരിക്കുന്ന പോലെയൊക്കെ തോന്നും. പക്ഷേ അത് നല്ലോണം തിളച്ച് നമ്മൾ അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞിപ്പത്തിരിയിലേക്ക് എല്ലാം കൂടി സോക്കായിട്ട് നല്ല ടൈറ്റായിട്ട് നല്ല ഗ്രേവി ടൈപ്പായിട്ട് വരും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വരും. ഇതാ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സും അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.